കേരളത്തെ ഞെട്ടിച്ച വമ്പൻ കവർച്ചയായിരുന്നു വളപട്ടണത്തേത്. ഇപ്പോൾ ഈ കവർച്ചാ കേസിലെ പ്രതി പിടിയിലായിട്ടുണ്ട്. അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ കവർച്ച നടത്തിയത് അയൽവാസി ലിജേഷ് ആണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കട്ടിലിനടിയിൽ പ്രത്യേകം നിർമ്മിച്ച അറയിൽ സൂക്ഷിച്ച 1,21,00,000 രൂപയും 267 പവൻ സ്വർണവും പോലീസ് പിടിച്ചെടുത്തു. കേരളത്തെ നടുക്കിയ വളപട്ടണം കവർച്ചാ കേസിൽ പ്രതിയിലേക്കെത്താൻ പോലീസിന് പിടിവള്ളിയായത് ഈ CCTV ദൃശ്യം മാത്രമാണ്. കേസെടുത്തു 10-ാം നാൾ പോലീസ് തിരിച്ചറിഞ്ഞു പ്രതി അയൽവാസി ലിജീഷാണ്. നവംബർ 20-ന് രാത്രി അരി വ്യാപാരി അഷ്റഫിന്റെ വീട്ടിൽ കയറിയ പ്രതി CCTV ക്യാമറ തിരിച്ചുവച്ചിരുന്നു. പക്ഷെ തിരിഞ്ഞത് അടുത്ത മുറിയിലേക്ക്. ആ ക്യാമറയിൽ പതിഞ്ഞ മോഷ്ടാവിന്റെ ദൃശ്യങ്ങളിൽ നിന്ന് 2 കാര്യം വ്യക്തമായി. ചുവപ്പും നീലയും നിറമുള്ള ഷർട്ടാണ് ധരിച്ചത്. മോഷ്ടാവിന് ചെറിയ കഷണ്ടിയുണ്ട്. അഷ്റഫ് കല്യാണത്തിന് പോകുമെന്നും ലോക്കറിൽ കോടികളുടെ സ്വത്തുണ്ടെന്നും അറിയാവുന്ന സമീപവാസികളെയാണ് പോലീസ് അന്വേഷിച്ചത്. അങ്ങനെ 6 ദിവസത്തെ നിരീക്ഷണത്തിനൊടുവിൽ പോലീസ് ലിജീഷിനെ കസ്റ്റഡിയിലെടുത്തു. ലിജീഷ് വെൽഡിംഗ് തൊഴിലാളിയാണ്. ആ തൊഴിൽ വൈദഗ്ധ്യമാണ് മോഷണത്തിന് ഉപയോഗിച്ചത്. അഷ്റഫിന്റെ വീടിന് പിന്നിലെ ജനലിന്റെ പാളികൾ അറുത്താണ് അകത്ത് കടന്നത്. സങ്കീർണമായ ലോക്കുള്ള ലോക്കർ തുറന്ന് സ്വർണവും പണവും കവർന്നത് വെറും 40 മിനിറ്റ് കൊണ്ടാണ്. പക്ഷേ ഒരു വെൽഡിംഗ് ടൂൾ മറന്നുപോയതുകൊണ്ട് തൊട്ടുപിറ്റേന്നും ലിജീഷ് അഷ്റഫിന്റെ വീട്ടിൽ കയറിയിരുന്നു. കട്ടിലിനടിയിൽ പ്രത്യേക അറ ഉണ്ടാക്കിയാണ് ലിജീഷ് കവർച്ചാ മുതൽ സൂക്ഷിച്ചത്. തകരപ്പാളി വെൽഡ് ചെയ്തുണ്ടാക്കിയതായിരുന്നു ഈ രഹസ്യ അറ. ഇവിടെ നിന്ന് പോലീസ് കണ്ടെടുത്തത് 1,21,00,000 രൂപയും 267 പവൻ സ്വർണവുമാണ്. അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഫിംഗർ പ്രിന്റ് പരിശോധിച്ചപ്പോൾ പോലീസിന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. കണ്ണൂർ കീച്ചേരിയിൽ മുമ്പ് നടന്ന ഒരു മോഷണക്കേസിലെ പ്രതിയും ലിജീഷ് തന്നെയാണ്. കീച്ചേരി മോഷണ കേസ് ഇതുവരെ തെളിയിക്കപ്പെടാതെ കിടക്കുകയായിരുന്നു. ഇതുവരെ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള കേസാണ്. അതും ഒരു സെയിം മോഡേഴ്സ് ഹൗസ് ബ്രേക്കിംഗ് മോഡേഴ്സിന്റെ കേസാണ്. നമുക്ക് നേരത്തെ തന്നെ സംശയം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ആ കേസിന്റെ ഫിംഗർ പ്രിന്റ് ഇതിൽ ഈ ആളുടെ ഫിംഗർ പ്രിന്റ് ആയിട്ട് മാച്ച് ചെയ്തിട്ട് ഞങ്ങൾ മാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് നമുക്ക് സക്സസ് കിട്ടി. ലെഫ്റ്റ് ഇൻഡെക്സ് ഫിംഗർ ദിസ് പേഴ്സൺ ഇറ്റ്സെൽഫ് മേ ബി ഇൻവോൾവ്ഡ് ഇൻ ദിസ് കേസ് ഓൾസോ. കേരളം മുഴുവൻ ഞെട്ടലോടെ കേട്ട കവർച്ചയ്ക്ക് പിന്നാലെ പോലീസ് പരക്കം പായുമ്പോഴും അഷ്റഫിന്റെ വീടിന്റെ പരിസരത്ത് തന്നെ വിവരങ്ങൾ അന്വേഷിച്ച് ലിജീഷ് നിന്നു. കഴിഞ്ഞ ദിവസം അവിടെ എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് ലിജീഷ് അന്വേഷണ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നാൽ 2-ാം ഘട്ടത്തിൽ പോലീസ് തന്നെ നിരീക്ഷിക്കുന്നു എന്ന കാര്യം ലിജീഷ് തിരിച്ചറിഞ്ഞില്ല. 20 അംഗ അന്വേഷണ സംഘം അതിസമർത്ഥമായി നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. 115 CDR രേഖകളും 100 CCTV ദൃശ്യങ്ങളും പരിശോധിച്ച പോലീസ് 215 പേരെയാണ് ചോദ്യം ചെയ്തത്. വിപുലമായ അന്വേഷണത്തിനൊടുവിൽ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞതിന്റെ അഭിമാനത്തിലാണ് കണ്ണൂർ പോലീസ്. ന്യൂസ് മലയാളം, കണ്ണൂർ.